നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് 78.27% വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ഹോം വോട്ടിംഗ് ഉപയോഗപ്പെടുത്തിയത് അർഹതയുള്ള 95%-ലധികം വോട്ടർമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ മെയ് 4-ന്. വാർത്തകൾ വിശദമായി. 16-ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 78.27% സമ്മതിദായകർ വോട്ടവകാശം വിനിയോഗിച്ചു. തിരുവനന്തപുരം 77.05, കൊല്ലം 76.28, ആലപ്പുഴ 77.39, പത്തനംതിട്ട 70.76, കോട്ടയം 74.77, ഇടുക്കി 77.15, എറണാകുളം 79.89, തൃശൂർ 77.11, പാലക്കാട് 80.57, മലപ്പുറം 79.82, കോഴിക്കോട് 81.36, വയനാട് 78.81, കണ്ണൂർ 78.60, കാസർഗോഡ് 79.11% എന്ന നിലയിലാണ് പ്രാഥമിക വിവരം. സംസ്ഥാനത്താകെ 2,71,42,952 വോട്ടർമാരാണുള്ളത്. 1,32,20,811 പുരുഷ വോട്ടർമാരും 1,39,21,868 സ്ത്രീ വോട്ടർമാരും 273 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമാണുള്ളത്. ഹോം വോട്ടിംഗ് ഉപയോഗപ്പെടുത്തിയത് അർഹതയുള്ള 95%-ലധികം പേർ. സംസ്ഥാനത്തൊട്ടാകെ ഹോം വോട്ടിന് അർഹതയുള്ള 1,45,598 മുതിർന്ന പൗരന്മാരിൽ 1,40,177 പേരും ഭിന്നശേഷിക്കാരായ 62,159 വോട്ടർമാരിൽ 60,705 പേരും ഹോം വോട്ടിംഗ് സൗകര്യം ഉപയോഗിച്ച് വോട്ട് ചെയ്തു. ഹോം വോട്ടിംഗ് സൗകര്യാർത്ഥം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്ത് മാർച്ച് 30 മുതൽ 2,500 പേരടങ്ങുന്ന വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥ സംവിധാനമാണ് സജ്ജമാക്കിയിരുന്നത്. അവശ്യ സേവന വിഭാഗത്തിൽ 34,140 പേരാണ് പോസ്റ്റൽ വോട്ടിന് അർഹതയുള്ളവരായി ഉണ്ടായിരുന്നത്. ഇതിൽ 32,113 പേർ ഏപ്രിൽ 8-നകം വോട്ട് രേഖപ്പെടുത്തി. അവശ്യ സേവന വിഭാഗത്തിൽ 14 വകുപ്പുകളെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. കേരള പോലീസ്, ഫയർഫോഴ്സ്, ജയിൽ വകുപ്പ്, എക്സൈസ്, മിൽമ, ട്രഷറി, വനം വകുപ്പ്, KSEB, വാട്ടർ അതോറിറ്റി, ആകാശവാണി, ദൂരദർശൻ, BSNL, റെയിൽവേ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്, അക്രഡിറ്റഡ് മാധ്യമപ്രവർത്തകർ തുടങ്ങിയ വിഭാഗങ്ങൾക്കും പോസ്റ്റൽ വോട്ടിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. വോട്ടെണ്ണൽ മെയ് 4-ന്. രാജ്യത്തെ 5 നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. ഏപ്രിൽ 9-ന് നടന്ന കേരളം, അസം, പുതുച്ചേരി നിയമസഭകളിലേക്കുള്ള പോളിംഗിൽ കേരളം 78.27%, അസമിൽ 84.42%, പുതുച്ചേരിയിൽ 89% സമ്മതിദായകരുമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. തമിഴ്നാട്ടിൽ ഏപ്രിൽ 23-നും പശ്ചിമ ബംഗാളിൽ 2 ഘട്ടങ്ങളിലായി ഏപ്രിൽ 23-നും 29-നുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.